ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് കോട്ടയം എറണാകുളം റൂട്ടിൽ ഏറ്റുമാനൂരടുത്ത് കുറുപ്പന്തറ എന്ന സ്ഥലത്താണ്. നല്ല മനോഹരമായിട്ടുള്ള 10 സെൻറ്റ് സ്ഥലവും 2600 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ഒരു പുതുപുത്തൻ വീടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ, അതായത് മുറ്റം വരെ നമുക്ക് ടാർ റോഡാണ്. ഇത് കാണുന്ന ഇത് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ്. അതുപോലെ തന്നെ നമുക്ക് അടുത്തടുത്ത അയൽവക്കങ്ങളുണ്ട്. ഇതുപോലുള്ള വീട് പണിത് തീർന്നുകൊണ്ടിരിപ്പുണ്ട്. ബസ് റൂട്ടുമായിട്ട് ഏകദേശം ഒരു 250 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അതായത് എറണാകുളം കോട്ടയം റൂട്ടിൽ നിന്ന് 250 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ വീട്ടിലെത്തിപ്പെടാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് കുറുപ്പന്തറ ടൗണിൻ്റെ അടുത്താണ്. നാലുംകൂടി ജംഗ്ഷൻ്റെയൊക്കെ അടുത്തായിട്ടാണ്. അടുത്തെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1 കിലോമീറ്റർ മിച്ചം വരും. അത്രയും ദൂരമേ ഉള്ളൂ. പക്ഷേ എറണാകുളം റൂട്ടിൽ നിന്നാണ് നമുക്ക് ഈ വീട്ടിലേക്ക് പോകേണ്ടത്. അതുകൊണ്ട് നല്ല ഹൈവേ സൈഡിൽ തന്നെയുള്ള ഒരു സുന്ദരം വീടാണ്. അതായത് പണിയെല്ലാം പൂർത്തിയാക്കിയിട്ട് ഇതെല്ലാം സൈഡെല്ലാം ടൈലെല്ലാം വിരിച്ച് നല്ല ഗംഭീരമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ബാക്ക് സൈഡിൽ ഒരു അലക്കുകല്ല് കാണുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് കോമ്പൗണ്ട് വാളിനും ബൗണ്ടറി വാളിനും ഇടയ്ക്കായിട്ട് കൃഷി ചെയ്യാനായിട്ട് നമുക്ക് സ്ഥലമുണ്ട്. അത്യാവശ്യം പച്ചക്കറി കൃഷി നടത്താനായിട്ട് ആഗ്രഹമുള്ളവർക്ക് അതിനുവേണ്ടി തന്നെ അത് ഇട്ടിരിക്കുന്നതാണ്. അവിടെ ചിപ്സ് ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് ബാക്കിയുള്ള സ്ഥലത്ത് ബേബി മെറ്റൽ ബാഗിൽ ഇട്ടിട്ടുണ്ട്. ബാക്കി 3 സൈഡും ടൈലിട്ട് നല്ലവണ്ണം മനോഹരമാക്കിയിരിക്കുന്നത് നല്ലൊരു എലിവേഷനുള്ള നല്ലൊരു ഏരിയയിൽ പണിതിരിക്കുന്ന ഒരു 4 ബെഡ്റൂം വീടാണ്. 10 സെൻറ്റ് സ്ഥലമുണ്ട്. 2600 സ്ക്വയർ ഫീറ്റ്, 4 അറ്റാച്ച്ഡ് ബെഡ്റൂം, ലിവിങ് ഏരിയ, ഫാമിലി ലിവിങ് ഏരിയ, ഡൈനിങ് ഹാള്, കിച്ചണ്, വർക്ക് ഏരിയ, അങ്ങനെ എല്ലാ ഫെസിലിറ്റീസോടും കൂടി നല്ല ഗംഭീരമായിട്ട് പണിതിരിക്കുന്ന ഒരു വീടാണ്. അത് ബാക്ക് സൈഡ് നമുക്ക് ഇത്രയും സ്ഥലമുണ്ട്. അത് നമുക്ക് ചെറിയ രീതിയിലുള്ള പച്ചക്കറി കൃഷിയൊക്കെ നടത്താൻ പറ്റുന്നവർക്ക്, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പ്ലാന്റുകളോ മാവോ പ്ലാവോ തെങ്ങോ ഒക്കെ വെക്കാം. വീടിൻ്റെ ഫ്രണ്ടിലാണെന്ന് പറഞ്ഞാൽ അല്പസ്വല്പം സ്ഥലമുണ്ട്. അവിടെയൊക്കെ ഗാർഡൻ നമുക്ക് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല വിശാലമായിട്ടുള്ള ഒരു കാർ പോർച്ചും അതുപോലെ തന്നെ നല്ലൊരു സിറ്റ് ഔട്ടുമാണ്. എത്ര വലിയ വണ്ടികൾ വേണേലും കയറ്റിയിടാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല വലിപ്പമുള്ള ഒരു കാർ പോർച്ചാണ്. ഈ കാർ പോർച്ച് സെപ്പറേറ്റ് പണിതിരിക്കുന്നതിൻ്റെ പുറത്ത് വലുതായിട്ട് പണിതിരിക്കുന്നതാണ്. എത്ര വലിയ വണ്ടി കയറ്റിയിടാം. അതുപോലെ തന്നെ നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് ഒരേ സമയത്ത് നമുക്ക് 4-5 വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെയാണ് ഇതിൻ്റെ ക്രമീകരണം. ഇതാണ് സിറ്റ് ഔട്ട്, ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനിലുള്ള ഒരു മെയിൻ ഡോറാണ്. ഇത് തേക്കുംതടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് വരയൊന്നുമല്ല, ഒറിജിനൽ ഡിസൈൻ തന്നെയാണ്. മെയിൻ ഡോറ് തുറന്ന് നമ്മളിപ്പോൾ കയറി ചെല്ലുന്നത് ഗസ്റ്റ് ലിവിങ് ഏരിയ ആണ്. നമ്മളുടെ സ്വീകരണമുറി അത്യാവശ്യം നല്ല വലുപ്പമുള്ള സ്വീകരണമുറിയാണ്. നല്ല സീലിംഗ് വർക്കുകളൊക്കെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഫോർ സീലിംഗ് വർക്കുകളാണ്. എൻ്റെ ടൈലുകളൊക്കെ എന്ന് പറയാൻ എല്ലാം നല്ല കമ്പനി സാധനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് തന്നെയല്ല, അതിൻ്റെ അകത്ത് അപ്പോക്സി ചെയ്തിരിക്കുന്ന ഗ്ലാസ് അപ്പോക്സിയാണ്. നമ്മുടെ ഈ ടൈലുകളുടെ നടുക്കുള്ള ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിരിക്കുന്ന ഗ്ലാസ് അപ്പോക്സിയാണ്. അതൊക്കെ സാധാരണ വിൽപ്പന വീടിനൊന്നും അങ്ങനെ ചെയ്യരുത്. സ്വന്തമായിട്ട് പണിയുന്നവർ മാത്രമേ ഗ്ലാസ് അപ്പോക്സി ഫില്ല് ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇതാണ് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയ ആണ്. നമ്മുടെ ഡൈനിങ് ഹാളിനും ലിവിങ് ഹാളിനും ഇടയ്ക്കുള്ള ഗസ്റ്റ് ലിവിങ് ഏരിയയ്ക്കും ഇടയ്ക്കുള്ള ഭാഗത്ത് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയ ആയിട്ട് ഇവിടെ ഉപയോഗിക്കാം. അത് ഡൈനിങ് ഹാളുമായിട്ട് നല്ലവണ്ണം പാർട്ടീഷൻ ചെയ്ത് നല്ല ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഇതുണ്ട് കാണുന്ന ഒരു സൈഡിൽ നല്ല ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുണ്ട് നല്ല വലിപ്പമുള്ള 6x3 ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ 2 ബെഡ്റൂമിൻ്റെ നടുക്കുള്ള ഭാഗമാണ്. വോളയിൽ അതും ഒരു വോൾ ഡിസൈനിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ലവണ്ണം നല്ല ഇൻറ്റീരിയർ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഡൈനിങ് ഹാളിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നമുക്കറിയാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഹാളിൻ്റെ ഭാഗമാണ്. നമുക്ക് എത്ര വലിയ ഡൈനിങ് ടേബിൾ ഇട്ടാലും നമുക്ക് ഇഷ്ടംപോലെ 4 സൈഡിലും സ്പേസ് കിട്ടും. അത് കണ്ടാണ് അത് നിർമ്മാണം ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിലായിട്ട് നമ്മുടെ വാഷേരിയാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ആണ് ഞങ്ങളുടെ വിജയം. അതുകൊണ്ട് മറക്കാതെ ഒന്ന്
ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുണ്ട്, ഈ റൂമിൽ നമ്മൾക്ക് 6 പാളിയുടെ ജനലാണ്. രണ്ടിടത്തായിട്ട് 3 പാളിയുടെ വീതം 6 പാളി ജനലുണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബ്സ് ഉണ്ട്. ഇതെല്ലാം തടിയിലാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ്സിൻ്റെ ഡോറുകളെല്ലാം തടിയിൽ തന്നെയാണ്, തേക്കും തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലായിടത്തും ഒരേ രീതിയിലുള്ള ടൈലുകളാണ് ഇട്ടിരിക്കുന്നത്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇത് ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഇത് നമ്മുടെ ബാത്റൂമിൻ്റെ ഭാഗമാണ്. നല്ല മനോഹരമായിട്ടുള്ള ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം നല്ല സ്റ്റാൻഡേർഡ് ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളുടെ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അവിടുന്ന് നമ്മുടെ ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ അടുത്ത റൂമിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് നമ്മൾ രണ്ടാമത്തെ റൂമിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നമുക്ക് താഴത്തെ നിലയിൽ 2 ബെഡ്റൂമാണ്. 2 അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം താഴെ തന്നെയുണ്ട്. കൂടാതെ നമുക്ക് ഗസ്റ്റ് ലിവിങ് ഏരിയ, ഡൈനിങ് ഹാള്, അങ്ങനെ എല്ലാവിധ ഫെസിലിറ്റികളോടും കൂടിയ ഒരു പുതുപുത്തൻ വീടാണ്. ഇവിടുന്ന് നമുക്ക് പള്ളി, അതുപോലെ തന്നെ അമ്പലം, ഇതെല്ലാം സമീപത്ത് തന്നെ ഉണ്ട്. ഏകദേശം ഒരു 1-1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് പള്ളിയിൽ എത്തിപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ സ്കൂളുണ്ട്, അമ്പലമുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളും. പിന്നെ നമുക്ക് കുറുപ്പന്തറ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, എല്ലാവിധ സാധനങ്ങളും അവൈലബിൾ ആയിട്ടാണ്. നല്ലൊരു കൊച്ചു സിറ്റിയാണല്ലോ കുറുപ്പന്തറ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാനാവും. കുറുപ്പന്തറ എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ്. പിന്നെ ഇതിൻ്റെ വീടിൻ്റെ അപ്പുറത്തേക്ക് പോലും അത് നമുക്ക് മുട്ടുചിറയുണ്ട്, അതുപോലെ തന്നെ കടുത്തുരുത്തിയുണ്ട്. എങ്ങോട്ട് പോയാലും നമുക്ക് ടൗണിലേക്കാണ് എത്തിപ്പെടുന്നത്. ഇതാണ് നമ്മളെ കിച്ചണിലേക്കാണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. കിച്ചൺ എന്ന് പറയുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ്. നമുക്ക് വുഡൻ ഫിനിഷിലുള്ള ടൈലുകളെല്ലാം ഫ്ലോറിങ് നടത്തി നല്ല ടോപ്പിലും ബോട്ടത്തിലും നല്ലവണ്ണം കബോർഡ് വർക്കുകൾ, ഇതെല്ലാം തടികൾ കൊണ്ട് ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായിട്ടുള്ള സ്റ്റോറേജ് ഉണ്ട്. നല്ലവണ്ണം സ്റ്റോറേജ് ഉണ്ട്. നമുക്ക് ടോപ്പിലാണെന്ന് പറഞ്ഞാലും നല്ലവണ്ണം ഇത്രയും നമുക്ക് ഈ കാണുന്ന ഇത്ര നമുക്ക് സ്റ്റോറേജ് ഉണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ ഫെറോ സ്ലാബാണ് ഉള്ളിൽ. നല്ല മനോഹരമായിട്ടുള്ള നല്ല വലുപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ്. കിച്ചണൊന്നും ആര് കണ്ടാലും ഇഷ്ടപ്പെടാതെ വരികയില്ല. കാരണം അത്രയും വലുപ്പമുള്ള, നല്ലവണ്ണം നമുക്ക് എത്ര പേര് വന്നാലും നിന്ന് പാകം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വിശാലമായിട്ടുള്ള ഒരു വർക്ക് ഏരിയയോട് ഇതിനോട് ചേർന്നുണ്ട്. നമ്മളെ രണ്ടാമത്തെ കിച്ചണാണ്. ഇവിടെ വിറകടുപ്പ് നമുക്ക് ഉപയോഗിക്കാം. വിറകിൻ്റെ അടുപ്പ് വെച്ചിട്ടില്ല. ചില ആൾക്കാരെ ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. അവിടെ സ്പേസ് ഉണ്ട്. നമുക്കവിടെ വേണമെങ്കിൽ വിറകടുപ്പ് ഇടാവുന്നതാണ്. അതുപോലെ ഇത് വിറകടുപ്പിനുള്ള ഇതിലൊക്കെ താഴെയൊക്കെ വിറക് വെക്കാവുന്ന രീതിയിൽ അതിനുള്ള സ്പേസും ഉണ്ട്. നമ്മൾ രണ്ടാമത്തെ നിലയിലേക്കാണ് ഇപ്പം പ്രവേശിച്ചിരിക്കുന്നത്. അതെ, നല്ല രണ്ടാമത്തെ നിലയുടെ ഹാൻഡ് റെയിലെല്ലാം SS-ൻ്റെ സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഗ്രാനൈറ്റും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. കയറി ചെന്ന് കഴിയുമ്പോൾ നമുക്ക് വിശാലമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. നമുക്ക് ലിവിങ് ഏരിയ ആണ്. അവിടെ നമുക്ക് സെറ്റുകളോ കാര്യങ്ങളോ ഒക്കെ ഇട്ട് അവിടെ ഇരിക്കാവുന്നതാണ്. നല്ല മനോഹരമായിട്ടും നല്ല വലിപ്പമുള്ളതുമായിട്ടുള്ള നല്ലവണ്ണം മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഏരിയ ആണ്. അവിടെ നിന്ന് നമുക്ക് റൂമിലേക്ക്, ടെറസ് ഏരിയയിലേക്ക് എല്ലാം കടക്കാവുന്നതാണ്. ആ കാണുന്ന എല്ലാം ടെറസ് ഏരിയ ആണ്. 2 സൈഡിലും ഇങ്ങനെ ടെറസ് ഏരിയയിലേക്ക് നമുക്ക് ഇറങ്ങാം. അതെല്ലാം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റീലിൻ്റെ പട്ടകൾ വെച്ചിട്ട് സ്ട്രോങ് ആക്കിയിരിക്കുന്നു. ഇവിടുന്ന് നമ്മൾ രണ്ടാമത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരു വാർഡ്രോബ്സ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള റൂമാണ്. ഇവിടെ 6 പാളി ജനലുണ്ട്. എല്ലാ റൂമിനും 6 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. നല്ലവണ്ണം എയർ പാസിങ് വേണ്ടിയിട്ട് നമുക്ക് ജനലൊക്കെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ നല്ലവണ്ണം എയർ സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് 6 പാളിയുടെ ജനലുകളും ഉണ്ട്. ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 8156873501. ഏറ്റുമാനൂരടുത്ത് മുട്ടിയറി അടുത്ത് കുറുപ്പന്തറ എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 10 സെൻറ്റ് സ്ഥലവും 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോടും കൂടിയ ഈ വീടിന് സെല്ലർ ചോദിക്കുന്ന വില 1,05,00,000 രൂപയുള്ളൂ. വില നെഗോഷ്യബിളാണ്. ഇത് നമ്മളത്തെ മുകളിലത്തെ ലിവിങ് ഏരിയയുടെ സൈഡിലായിട്ട് നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഇത് എല്ലാം ഒരേപോലെയുള്ള വാർഡ്രോബ്സുകൾ എല്ലാ റൂമിലും ഉണ്ട്. ഇവിടെ നമുക്ക് കാണാം 6 പാളിയുടെ ജനലുണ്ട്.
വലിപ്പമുള്ള റൂമുകളാണ്. 2600 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലവണ്ണം വലിപ്പമുള്ള ഒരു റൂമാണ്. ഇതിൻ്റെ ബാത്റൂമുകളും എല്ലാം അത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമുകളാണ്. എല്ലാം നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനുകളിൽ ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ബാത്റൂമുകളാണ്. ഇത് അവിടുന്ന് ഇതാണ് നമ്മൾ ടെറസ് ഏരിയയിലേക്ക് ഇറങ്ങുന്നത്. ഇത് ടെറസ് ഏരിയ നല്ല വലിപ്പമുള്ള, നമുക്ക് അത് ട്രഫോൾഡ് ഷീറ്റ് ഇട്ട് കവർ ചെയ്തിരിക്കുന്നത്. സൈഡെല്ലാം അടവാക്കിയിട്ടുണ്ട് ഗ്രില്ല് വെച്ചിട്ട് തന്നെ. ഇത് നമുക്ക് തുണി വിരിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇത് രണ്ടാമത്തെ ടെറസ് ഏരിയയിലേക്ക്. അതൊരു ക്രോസ് ബാർ വെച്ചിരിക്കുന്നത് സ്റ്റീലിൻ്റെയാണ്, നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയാണ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ബാൽക്കണിയിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത്. അവിടെ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത്. സമയം കളയാതെ ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനും കാണാനുമായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. 8156873501. കുറുപ്പന്തറ ഭാഗത്ത് വീട് നോക്കുന്ന ഏതൊരാൾക്കും ഇത് അതിഗംഭീരമായിട്ടുള്ള ഒരു പുതുപുത്തൻ വീടാണ്.